بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله قبول شيء ما راغت قلب لا رلد ما شاء الله വേറെ ആരുള്ളത് ആരുടെ മതം നമ്മൾ ചൊല്ലുന്നേ നമുക്ക് ആരിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ? സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ഒക്കെ പഠിപ്പിച്ചു തരാണ്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ആരെക്കുറിച്ചാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹിനെ കുറിച്ചല്ല, മുത്തുനബിയെ കുറിച്ച്. കാരണം മുത്തുനബിയിലൂടെയാണ് അവൻ ആരെ അറിയേണ്ടത്? അള്ളാഹിനെ അറിയേണ്ടത്. അപ്പൊ അവൻ വഴിതെറ്റി പോവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. ആ ഹബീബിനെ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിനെ അറിയുന്നവരായി മാറണം. അള്ളാഹു നമ്മയും നമ്മുടെ പരമ്പരയും അങ്ങനെ ആക്കി ചേർക്കുമാറാകട്ടെ. ഉഷാറായിട്ട് ചൊല്ലൂലേ? അസ്സുബ്ഹു ബദാ മിൻ ത്വലഅതിഹി والليل دجى من وفرته الله 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 كنز الكرام مول النعم هادي الأمم لشريعته الله 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 سعت الشجر ناتق الحجر شق القمر بإشارته الله الله جبريل أتى ليلة أسرى والرب دعاه لحضرته الله 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 فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. ഇന്നൊരു ചെറുപ്പക്കാരൻ രാവിലെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ഞാൻ തോറ്റുപോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ, അവിടുത്തെ പ്രണയിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ തോറ്റുപോവാണ്. യഥാർത്ഥത്തിൽ അതുപോലും സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങൾ മറുപടി പറയണം.
ഞാൻ എന്നോടാണ് ആദ്യം ചോദിക്കേണ്ടത്. നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉള്ളവരൊന്ന് കൈവക്കേ. എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഒരു സ്വഹാബി, അവിടുത്തെ മുടി ഇവിടെ വരെ, കാലുവരെ നീണ്ടിട്ടുണ്ട്. മുടിയേ മുട്ടിന്റെ താഴെ പോയിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ ഇങ്ങനെ മുടി നീട്ടി വളർത്തുന്നത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എവിടെ വരെയാ? ഇവിടെ വരെ. ഈ ചെവിയുടെ ഇവിടെ വെച്ച് വെട്ടിക്കളയണം. ഇങ്ങനെയൊന്നും വളർത്താൻ പാടില്ല. നിങ്ങളെന്താ വളർത്തുന്നത്? എൻ്റെ തലയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഈ മുടി വെട്ടിക്കളയും? സഹാബ റളിയല്ലാഹു അൻഹു. പ്രണയം എങ്ങനെയാണ്? സ്നേഹം അങ്ങനെയാണ്. അതിന് അതിർവരമ്പുകളില്ല. നമ്മൾ കേവലം കർമ്മങ്ങളുടെ കാഴ്ചയിൽ മാത്രം നോക്കിയാൽ മനസ്സിലാകില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രണയിച്ചിരുന്നു സഹാബത്ത്, അദമ്യമായ പ്രണയം. വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കഫൻ തുണിയുടെ ഉള്ളിലേക്ക് എൻ്റെ മുത്തുനബിയുടെ നഖവും മുത്തുനബിയുടെ പരിശുദ്ധമായ മുടിയും ചേർത്ത് വെച്ചിട്ട് എന്നെ കബറടക്കണം. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. വല്ലാത്ത പ്രണയം. സയ്യിദുനാ ബിലാൽ. ഒന്ന് കണ്ണടച്ചോ, എല്ലാവരും കണ്ണടച്ചോ. കുറച്ചു നേരത്തേക്ക് ഒന്ന് കണ്ണടക്കാവോ? ഞാനൊരു ചരിത്രം പറയാം. നിങ്ങളൊന്ന് മദീന വരെ പോയിട്ട് വരുമോ? ഇടക്ക് തുറന്ന് എന്നെ നോക്കരുത്. പോയിട്ട് വരുമോ? അടക്കാൻ പറ്റുന്നവര് മതി. കണ്ണടയ്ക്കോ? അടച്ചിട്ട് നമുക്കൊന്ന് ബിലാലിന്റെ പിറകെ പോവാം. സയ്യിദുനാ ബിലാൽ. തുറക്കല്ലടും, കണ്ണടച്ചു പിടിക്ക്. സയ്യിദുനാ ബിലാൽ. ആരാ ബിലാല്? കറുകറുത്ത അടിമയായ ബിലാൽ അല്ലേ? അറബികള് അന്ന് ബിലാലിനെ കണ്ടാല്, ബിലാൽ ഒരു വഴിയിലൂടെ പോയാൽ ആ വഴിയിലൂടെ നടക്കൂല, ചവിട്ടിക്കൂട്ടാണ് മണലാരണ്യത്തിലിട്ട്. അപ്പോഴും ബിലാല് പറഞ്ഞത് അഹദ് 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 അഹദ്, അല്ലാഹു ഏകനാണ്. അങ്ങനെയുള്ള ബിലാൽ. ആ ബിലാലിനെ വിളിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ബാങ്ക് കൊടുക്കൂ ബിലാൽ. വെറും ഒരു അടിമയായ ബിലാലിനെ സയ്യിദുനാ ബിലാലാക്കി മാറ്റി മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ മുത്തുനബി വഫാത്താവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്താവാണ് മുത്തുനബി തങ്ങൾ. ഉമർ ഇങ്ങനെ നിന്ന് വിറക്കുന്നുണ്ട്. ആരെങ്കിലും റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എൻ്റെ തല ഞാൻ എടുക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമേൽ ഗാഢമായി പ്രണയിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഖബറടക്കിയപ്പോ ബിലാല് ചെയ്തെന്താണെന്നറിയോ? മദീനയിൽ നിന്നില്ല, നാട് വിടുകയാണ് സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക്. സയ്യിദുനാ ബിലാൽ. നമ്മൾ സാധാരണ മദീനത്ത് പോവാനാ കൊതിക്കുക. ബിലാല് മദീനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവാ. കാരണം അത് പ്രണയത്തിന്റെ മറ്റൊരു ഭാഷ്യമാണ്. എൻ്റെ മുത്തുനബിയെ പ്രത്യക്ഷത്തിൽ കാണാത്ത നാട്ടിൽ ഞാൻ നിൽക്കൂല. സയ്യിദുനാ ബിലാൽ. കുറെ നാള് കഴിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ബിലാൽ ഒരു സ്വപ്നം കാണുകയാണ്. ആരാണ് ആ കനവിൽ വന്നത്? സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ ഒരു ചോദ്യമുണ്ട്, മാ ഹാദൽ ജഫായ ബിലാൽ. ഇതെന്തൊരു പിണക്കാണ് ബിലാലെ, ഇതെന്തൊരു പിണക്കമാണ് ബിലാൽ. എന്തേ ബിലാലെ എന്നെ കാണാൻ വരുന്നില്ല? എന്തേ മദീനയിലേക്ക് എന്നെ സിയാറത്ത് ചെയ്യാൻ വരുന്നില്ല? സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബി അങ്ങോട്ട് ചോദിക്കാണ് ബിലാലിനോട്. മുത്തുനബി അങ്ങോട്ട് ചോദിക്കാണ്, മാ ഹാദൽ ജഫായ ബിലാൽ. ഇതെന്തൊരു പിണക്കമാണ് ബിലാലെ. ചാടി എഴുന്നേക്കാൻ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാവുകയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. മദീനയിലെത്തി നേരെ പോകുന്നത് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ റൗളയുടെ അടുക്കൽ ചെന്ന് നിന്ന് മുത്തുനബിയോട് ഇസ്തിശ്ഫാ നടത്തുകയാണ്, മുത്തുനബിയോട് സലാം പറയാൻ സയ്യിദുനാ ബിലാൽ. അപ്പോ ബാങ്കിന് സമയമായിട്ടുണ്ട്. അന്നത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ബിലാൽ, നിങ്ങളുടെ ബാങ്ക്, ആ ബാങ്കിന്റെ നാദം കൊണ്ട് ഈ മദീനയൊന്ന് കുളിരണിയട്ടെ, ഒന്ന് ബാങ്ക് കൊടുക്കൂ ബിലാൽ. വല്ലാഹി വല്ലാഹി, എന്റെ റസൂലുള്ളാഹിനെ കാണാത്ത ഈ മദീനയിൽ ഞാൻ ബാങ്ക് കൊടുക്കൂല, ഞാൻ ബാങ്ക് കൊടുക്കൂല. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ബിലാൽ.
സ്വഹാബ കുല്ലുഹും എല്ലാവരും പറഞ്ഞു, ഒന്ന് ബാങ്ക് വിളിക്ക് ബിലാൽ, ഒന്ന് ബാങ്ക് വിളിക്ക്, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ ബിലാൽ. ഇല്ല, എന്റെ റസൂലുള്ളാഹിനെ നേർക്കണ്ടുകൊണ്ട് കാണാത്ത ഈ മദീനയിൽ ബിലാൽ ബാങ്ക് വിളിക്കില്ല. അവസാനം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, അവിടുത്തെ പേരക്കുട്ടികൾ സയ്യിദുനൽ ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവര് പറഞ്ഞു, ബിലാൽ ബാങ്ക് വിളിക്കണം. മുത്തുനബിയുടെ പേരക്കുട്ടികൾ പറഞ്ഞാൽ തട്ടാൻ പറ്റുമോ ബിലാലിന്? ബിലാൽ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇറങ്ങട്ടെ, ഖൽബിലേക്ക് ഇറങ്ങട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വജ്ജത്തിൽ മദീന, മദീനയൊന്ന് വിറച്ചു പോയതുപോലെ മദീന വിതുമ്പിക്കരയാൻ തുടങ്ങി. അബുഇസ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് വീണ്ടും പുനർജനിച്ചുവോ? ബിലാലിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന തെരുവുകൾ മുഴുവൻ ആളുകളെ കൊണ്ട് നിറയാൻ തുടങ്ങി. ബിലാലിന്റെ ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹ് വീണ്ടും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദൻ. ബാക്കി വിളിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞ് ബോധമറ്റി വീഴുന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതിതീവ്രമായ പ്രണയം മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ച സഹോദരങ്ങളെ, ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ച്, ഞാൻ പ്രണയിച്ചിട്ടുണ്ടോ എൻ്റെ മുത്തുനബിയതുപോലെ? എത്രയോ തവണ പള്ളി മിനാരങ്ങളിൽ നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴും ആ മുഹമ്മദ് എന്ന നാമം കേട്ടിട്ട് എൻ്റെ കൽബിന് എന്തെങ്കിലും ഒരു അനക്കമുണ്ടായിരുന്നോ? എൻ്റെ കൽബ് എപ്പോഴെങ്കിലും പ്രകമ്പനം കൊണ്ടിട്ടുണ്ടോ? ഞാനും എൻ്റെ ഹബീബും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് ബന്ധമാണുള്ളത്? ബന്ധം ദൃഢമായില്ലെങ്കിൽ ആ ഹബീബിന്റെ സാമീപ്യമില്ല, ജീവിതത്തിൽ സമാധാനമില്ല, അള്ളാഹുവിനെ പുൽകാൻ കഴിയില്ല. അതിനുള്ള ഒരേ ഒരു വഴിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും കണ്ണം തുറന്നേ, എന്നിട്ട് കൽബ് കൊണ്ട് ആഗ്രഹിക്കണം. മുത്തുനബിയോട് അടങ്ങാത്തൊരു ബന്ധം വേണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് وهل للقبة الخضراء قبتي سيد الكونين أفضل قرة العينين ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഞങ്ങൾക്ക് തൗഫീഖ് ملجاوا منجاوا مرتاح المشتاق حب الثقلين أجمل خير الفريقين ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين ആരംഭപ്പൂവായ മുത്തുനബിയുടെ صلي وسلم عليه يا ربنا أزكى صلاة الله أدوم نحمد يا الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ
نرجو السعادات محو الشقوات يا خير رسل الله عليك دائما صلى الله ആരംഭ പൂവായ മുത്ത് നബിയുടെ يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله ആരംഭ പൂവായ മുത്ത് നബിയുടെ آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അവിടുത്തെ പച്ചക്കുപ്പ നോക്കി ധാരാളം സ്വലാത്തുകൾ പറയാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുനാജാത്ത് നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. فلما آن أوان مولده الكريم وحان مقدمه الشريف العظيم صاح ساؤس الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفت بأمه آمنة الملائكة الأبرار تحجبها بأجنحتها عن أعين الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية وتبشرها بالسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واشتد بها آلامه فولدت النبي صلى الله عليه وسلم كأنه البدر في تمامه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم آدي أول മഹിതരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദറിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ
ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ പണ്ടിൽ അണയും നേരത്ത് കൈവേടിയല്ലേ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണ് അറിയാം തങ്ങളെ, കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. أشرق البدر علينا فاختفت منه البدور، مثل حسنك ما رأينا قط يا وجه السرور. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أنت شمس أنت بدر أنت نور فوق نور، أنت إكسير وغالي أنت مصباح الصدور. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. يا حبيبي يا محمد يا عروس الخافقين، يا مؤيد يا ممجد يا إمام القبلتين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. وجهك يسعد يا كريم الوالدين، حوضك الصافي المبارد وردنا يوم النشور. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
لما رأينا العيسى حنت بالسورة إلا إليك والغمام قد أضلت والملا صلوا عليك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وأتاك العود يبكي وتدلل بين يديك واستأجارك يا حبيبي عندك الظبي نفور صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم حينما شد المحاميل وتنادوا للراحل الله جئتهم والدمع سائل قلت قيف لي يا دليل الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله وتحمل لي رسائل أيها شوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم معانيك الأنعام قد تبدت حائرين أنت للرسل ختام أنت للمولى شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم
يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله على محمد الله عليه وسلم كفيرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم محشر കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തില്ലാതെ ഞങ്ങളിലില്ല തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ഇർഹംനാ ജമീഅ بجميع الصالحات آمين 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 يا رب العالمين അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ രാവിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ പിതാവിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
2 കുടുംബങ്ങൾ ചേർന്ന് നൽകുന്ന ചീരണി. ആ കുടുംബത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ശിഫയാകാനും മുറാദുകൾ ഹാസുലാകാനും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബി മാസപ്രകാരം എന്റെ മകന്റെ ജന്മദിനമാണെന്ന് മക്കൾ സ്വാലിഹീങ്ങളാൻ ദ്വാര ചെയ്യാൻ ചീരണി നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ പൊന്നുമോനെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടിയുടെ അസുഖം മാറുന്നില്ല. കുട്ടിയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 200 രൂപ ഹദിയ ചെയ്തിട്ടുണ്ട്. കാരുണ്യവാനായ റബ്ബ് ഹബീബിന്റെ ബറക്കത്തുകൊണ്ട് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 6 ആളുകൾ ചീരണി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സിയാറത്തിന് പോയപ്പോൾ അവിടെയും ചീരണിയൊക്കെ ആയിട്ട് ഓടിയെത്തിയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞവർക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ മിസ്ല സവാബ് ഹബീബേ ഖുദാ സയ്യിദുൽ കായിനാതി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, സയ്യിദുനാ റസൂലുള്ളാഹ്, സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ തിരുനോട്ടം ലഭിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള അധമ്യമായ പ്രണയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പ്രണയിക്കാൻ, ആ പ്രണയത്തിലൂടെ സ്വലാത്തുകൾ ചൊല്ലാൻ, അനുധാവനം ചെയ്യാൻ, ഹബീബിന്റെ മുഹിബ്ബായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, ഈ സദസ്സിലേക്ക് ചീരണികൾ തന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. അവരിലും ഞങ്ങളിലും അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. എല്ലാ എക്സാമുകളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. സ്വന്തമായൊരു വീടില്ലെന്ന സങ്കടം പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ, ഹൈറായ ഭവനം നീ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർ, അവരുടെ കബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാഹ്. ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യിത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.